അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ചിത്തിര, ചോതി, വിശാഖം, മകയിരം, തിരുവാതിര, പുണർദം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം 25-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങളും അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. അതായത് ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അത്രയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നവയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെ സ്വാധീനിക്കുന്നവയുമായിരിക്കും. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള 3 രാശിയിൽപ്പെടുന്ന വ്യക്തികളിലേക്കും ഈ ഒരു ദിവസം വന്നു ചേരുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചന്ദ്രൻ്റെ സ്വാധീനം വളരെയധികം നിങ്ങളിലേക്ക് വരുന്നതിനാൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ജൂലൈ 25-ാം തീയതി വെള്ളിയാഴ്ച ഈ 9 നക്ഷത്രക്കാരിലും ചന്ദ്രൻ്റെ സ്വാധീനം വളരെ അധികമായിരിക്കും. അത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായതും അതുപോലെ തന്നെ പ്രാധാന്യമറിയിക്കുന്നതുമായി കണക്കാക്കപ്പെടുന്നു. അപ്രകാരം നോക്കുമ്പോൾ ചന്ദ്രൻ്റെ സ്വാധീനം കൊണ്ട് ജൂലൈ 25-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ഒന്നാമതായി ഈ ജൂലൈ മാസം 25-ാം തീയതി വെള്ളിയാഴ്ച ചന്ദ്രൻ്റെ സ്വാധീനം വളരെ ഗുണകരമായി വരുന്നതിനാൽ തന്നെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളും അനുഭവിച്ചറിയുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ്റെ ഈ അനുഗ്രഹഭാവം നിങ്ങളിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ നിങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത്. ഇതിൽ പല മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും ചില പ്രതിസന്ധികൾ നേരിട്ടതുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹമുണ്ടായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വരികയും ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ മാനസിക സന്തോഷത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും കുറച്ച് നാളുകളായി നിങ്ങൾക്ക് നേരിട്ട് വരികയാണ്. അതായത് ഓരോ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു വേവലാതിയാണ്. എന്നാൽ ചന്ദ്രൻ അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം കാണുവാൻ കഴിയും എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ ജൂലൈ 25-ാം തീയതി വെള്ളിയാഴ്ച ചില മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചില ശുഭകാര്യങ്ങൾ നടക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ചെയ്തതിലും വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് വന്നു ചേരുന്നത്. ഇനി പ്രത്യേകിച്ച് മിഥുനം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയും എടുത്തു പറയേണ്ടതുണ്ട്.
എപ്പോഴും മാറി മാറി രോഗാവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട്. അതായത് എപ്പോഴും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം ഭൂരിഭാഗവും ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു വരുന്നത്. എന്നാൽ ജൂലൈ 25 വെള്ളിയാഴ്ചയോടെ നിങ്ങൾ അനുഭവിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നത്തിന് ഒരു ശമനമുണ്ടാവുകയും മികച്ച ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും. ഇതുവരെ രോഗപ്രതിസന്ധികൾ നേരിട്ടിരുന്നവർക്ക് മാത്രമല്ല, പൊതുവെ എല്ലാ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും തന്നെ ഈ ഒരു സമയം ആരോഗ്യകാര്യത്തിൽ ഏറ്റവും മികച്ചത് തന്നെയായിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ ജൂലൈ 25 വെള്ളിയാഴ്ച മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ദൂരയാത്രകൾ ചെയ്യുവാനും നിങ്ങൾ ആഗ്രഹിച്ച ചില സ്ഥലങ്ങളും കാഴ്ചകളും കാണുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള യോഗവും കാണുന്നുണ്ട്. മാത്രമല്ല, ചന്ദ്രൻ്റെ ഈ അനുഗ്രഹഭാവം മിഥുനം രാശിക്കാരുടെ സാമ്പത്തിക മേഖലയിലും വളരെ വലിയ നേട്ടങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ധനവരവുകളുമെല്ലാം തന്നെ വന്നു ചേരുവാൻ കാരണമാകും. അതായത് ഈ ജൂലൈ 25 വെള്ളിയാഴ്ച മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില സാമ്പത്തിക ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക ലാഭങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സന്തോഷ നിമിഷങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ 25 വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ടും ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് നിങ്ങളിൽ വളരെ ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ദിവസം വന്നു ചേരുവാൻ പോവുകയാണ്. ഇനി രണ്ടാമതായി ഈ ജൂലൈ 25 വെള്ളിയാഴ്ച ചന്ദ്രൻ്റെ സ്വാധീനം വളരെ ഗുണകരമായി ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനുമുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. ഇപ്പോൾ പല തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ കുറച്ചൊക്കെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിനിരട്ടിയായി ചില പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എപ്പോഴും ഒരു അനിശ്ചിതത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില മാനസികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരികയും അതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും പലപ്പോഴും നിങ്ങളെ പിന്തുടരുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബ ബന്ധത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളും നിങ്ങളുടെ മനസ്സമാധാനത്തെ വളരെയധികം ബാധിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ശമിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു സമയമാണ് ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ ചില ഉയർച്ചകൾ കാണുവാനും മക്കളുടെ ജീവിതത്തിൽ വരുന്ന ചില സൗഭാഗ്യങ്ങൾ കണ്ട് വളരെയധികം സന്തോഷിക്കുവാനുമുള്ള യോഗവും ഈ ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് ഉണ്ടാകുവാൻ പോവുകയാണ്. മാത്രമല്ല, മക്കൾക്കുണ്ടാകുന്ന ഈ ഉയർച്ചകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഒപ്പം തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചന്ദ്രൻ്റെ സ്വാധീന ഫലമായി നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. പ്രത്യേകിച്ച് വിവാഹ തടസ്സവും വിവാഹ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകാത്ത അവസ്ഥയും നിലനിന്നിരുന്ന തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ
ഏറ്റവും ശുഭകരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ 25-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ഭാവിയിൽ ചെയ്ത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങളുടെ ചില സുഹൃത്തുക്കളുമായോ അതല്ല എന്നുണ്ടെങ്കിൽ ചില വ്യക്തികളുമായോ കൂടിച്ചേർന്ന് സംസാരിക്കുവാനും ആ കാര്യത്തെപ്പറ്റി വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ വെള്ളിയാഴ്ച. അതായത് ഭാവിയിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ വളരെ വലിയ ഉയർച്ചയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്. അതൊരു പക്ഷേ ഒരു ബിസിനസ്സോ നിങ്ങൾ ഒരുമിച്ച് തുടങ്ങുവാൻ പോകുന്ന ഒരു സംരംഭമോ ആകാം. എന്തു തന്നെയായാലും അത് നിങ്ങളുടെ ഭാവിയെ വളരെയധികം ഗുണകരമായി ബാധിക്കുന്നവയായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഈ ചന്ദ്രൻ്റെ ഗുണകരമായ സ്വാധീനം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു ദിവസം നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാനും ഒപ്പം തന്നെ സാമ്പത്തികമായി മികച്ച സാഹചര്യം അനുഭവിക്കുവാനും അതോടൊപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനുമെല്ലാം തന്നെ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. ഇനി മൂന്നാമതായി ഈ ജൂലൈ മാസം 25-ാം തീയതി വെള്ളിയാഴ്ച വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ഇന്നത്തെ ഈ ഒരു അധ്യായം കാണുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും പല വിധത്തിലുള്ള മാനസിക വിഷമതകളിലൂടെയും മനസമാധാനം തന്നെ ഇല്ലാത്ത അവസ്ഥകളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സാമ്പത്തികമായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രതിസന്ധികളും കടം കയറി വല്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന അനുഭവങ്ങളും ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പുരോഗതിയും അനുഭവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുമാണ് പലരും ഇപ്പോൾ നേരിട്ട് വരുന്നത്. എന്നാൽ ജൂലൈ 25-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിൻ്റെ തുണ നിലനിൽക്കുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഗുണകരമായ പല കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ജൂലൈ 25-ാം തീയതി വെള്ളിയാഴ്ച പല കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും സാമ്പത്തികമായി ഏറ്റവും മികച്ച ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ്. അതുപോലെ തന്നെ കടമായി മറ്റുള്ളവർക്ക് പണവും സ്വർണവുമൊക്കെ കൊടുത്തിട്ട് അത് തിരികെ ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാർ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അവർക്ക് കടം കൊടുത്തിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ കരുതിയിരുന്ന ഈ ധനം തിരികെ ലഭിക്കുവാനുള്ള യോഗവും ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, സ്വർണം പോലെ വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ സ്വന്തമായി വാങ്ങുവാനും ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം കഴിയും. അതായത് നിങ്ങളുടെ സമ്പത്തിനെയും നിക്ഷേപത്തിനെയും അധികരിപ്പിക്കുവാൻ നിങ്ങളിൽ യോഗം ഈ ഒരു ദിവസം വളരെയധികമാണ്. ഇനി അതുപോലെ തന്നെ ഈ ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വീടുകളിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും നിലനിന്നിരുന്ന കുടുംബ പ്രശ്നങ്ങളും വ്യക്തിബന്ധങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളുമെല്ലാം തന്നെ അകന്ന് ഏറ്റവും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന സമയവുമായിരിക്കും ഇത്. ഒപ്പം തന്നെ ആരോഗ്യപരമായും നിങ്ങൾക്ക് ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും നിറവേറുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉടനടി ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഈ ജൂലൈ 25-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും.
എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 രാശിക്കാർക്കും ചന്ദ്രൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് ഭാഗ്യയോഗമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.